യൂണിയൻ സ്ക്വയറിൽ ചെന്നതുകൊണ്ട് പ്രയോജനമൊന്നുമുണ്ടായില്ല. തീയതിയോ സ്റ്റാളിൻ്റെ കൃത്യമായ സ്ഥാനമോ ഒന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഫാർമേഴ്സ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്ന യൂണിയൻ സ്ക്വയർ ചതുരാകൃതിയിലാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വിസ്താരമുള്ള സ്ഥലം മുഴുവൻ 100-ലേറെ സ്റ്റാളുകളാണ്. പ്രകൃതിജന്യവും പരിസ്ഥിതിക്ക് ഹാനി വരുത്താത്തതുമായ ഉൽപ്പന്നങ്ങൾ. ചില സ്റ്റാളുകളിൽ പരിപാടിയുമുണ്ട്. അമ്മാനമാടൽ മുതൽ സംഗീതം വരെ. ഓർഗാനിക് തേനിൻ്റെയും പഴങ്ങളിൽ നിന്നുണ്ടാക്കിയ സോപ്പിൻ്റെയും കൗണ്ടറുകൾ കടന്ന് ഞാൻ പ്രധാന ഓഫീസിലെത്തി. ഏജന്റുമാരാണ് സ്റ്റാൾ ബുക്ക് ചെയ്യുക. പിന്നെ അവർ സ്വന്തമായി ഗായകരെ പണം കൊടുത്തു കൊണ്ടുവരും. അവരെ തപ്പിപ്പിടിക്കുക ബുദ്ധിമുട്ടാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു. ഞാൻ സബ്വേയിൽ കയറി വീട്ടിലേക്ക് മടങ്ങി. ആകെ മണ്ടനായതുപോലെ തോന്നി. കൂട്ടുകാരുടെ കൂടെ കഴിയാമായിരുന്ന ഒരു വൈകുന്നേരമാണ് വെറുതെ കളഞ്ഞത്. ഞാൻ 86-ാം സ്ട്രീറ്റിലെ സ്റ്റോപ്പിലെത്തി. പുറത്തിറങ്ങിയപ്പോൾ തെരുവാകെ മഞ്ഞു മൂടിയിരിക്കുകയാണ്. കൊടും തണുപ്പും ഇരുട്ടും. എന്നിട്ടും ചരിത്രപ്രസിദ്ധമായ അംബരചുംബികളും ആധുനിക നിയോൺ ലൈറ്റുകളും നിറഞ്ഞ ന്യൂയോർക്ക് നഗരദീപങ്ങളുടെ പ്രഭയിൽ സുന്ദരമായി തോന്നി. വീട്ടിലേക്ക് നടക്കവേ ഞാൻ ആർഭാടം നിറഞ്ഞ റെസ്റ്റോറൻറ്റുകൾ കടന്നുപോയി. സുന്ദരിമാരും സുന്ദരന്മാരും വെടി പറഞ്ഞു പൊട്ടിച്ചിരിച്ചും അത്താഴത്തിൽ മുഴുകി. എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും എനിക്കും അവരെപ്പോലെ എല്ലാം മറന്നിരിക്കാൻ പറ്റുമോ? ന്യൂയോർക്കിലെ അവസാനത്തെ ശനിയാഴ്ച ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ ഞാൻ തീരുമാനിച്ചു. രാവിലെ റോക്ക്ഫെല്ലർ സെന്ററും എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങും സ്വാതന്ത്ര്യ പ്രതിമയും കാണാൻ ഞാൻ ചിലവിട്ടു. ഉച്ച തിരിഞ്ഞപ്പോൾ കുറച്ചു കാശ് പൊടിക്കാമെന്ന് കരുതി നേരെ ചെന്നത് ഒരു NBA കളി കാണാനാണ്. നിക്സ് ഗെയിംസിന് ഒരു ടിക്കറ്റ്. ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു. മാഡിസൺ സ്ക്വയർ ഗാർഡൻ അഥവാ MSG, വെറുതെ ഗാർഡൻ എന്നും വിളിക്കും. ന്യൂയോർക്ക് സിറ്റിയുടെ നടുവിലുള്ള മാൻഹട്ടനിലുള്ള ഒരു ഇൻഡോർ കളിസ്ഥലമാണ്. 7ഉം 8ഉം അവന്യൂകൾക്കിടയ്ക്ക് 31-ാം സ്ട്രീറ്റ് തൊട്ട് 33-ാം സ്ട്രീറ്റ് വരെയുള്ള സ്ഥാനത്ത് പെൻസിൽവാനിയ സ്റ്റേഷന് മുകളിലാണത്. ന്യൂയോർക്ക് നിക്സും LA ലേക്സും തമ്മിലുള്ള ഒരു കളിയാണ് കാണാൻ ഞാൻ വന്നിരിക്കുന്നത്. $100 കോടിയോളം ചിലവിട്ടാണ് ഗാർഡൻ പണിതത്. അതായത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്റ്റേഡിയങ്ങളിലൊന്ന്. കയറി ചെന്നപ്പോൾ അകത്തെ കാഴ്ച കണ്ട് ഞാൻ മിഴിച്ചു നിന്നുപോയി. ജീവിതത്തിൽ അന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ബാസ്കറ്റ്ബോൾ കോർട്ട്, സ്റ്റേഡിയം. തലയെടുപ്പുള്ള കളിക്കാരാണ് 2 ടീമുകളിലും. മിക്കവരും 6.5 അടിയിലേറെ ഉയരമുള്ളവർ. വശങ്ങളിൽ പർപ്പിൾ വരെയുള്ള മഞ്ഞ വേഷമാണ് ലേക്കേഴ്സ് ടീമിന്. നിക്സ് കളിക്കാർക്ക് ഓറഞ്ച് ബോർഡറുള്ള നീല ജേഴ്സി. ഞാൻ ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ചു. വിശാലമായ കളിസ്ഥലത്തിൽ കണ്ണോടിച്ച് സങ്കീർണമായ സ്കോർ ബോർഡുകൾ മനസ്സിലാക്കിയെടുക്കാൻ 1 മിനിറ്റ് വേണ്ടി വന്നു. ഓരോ പോയിന്റും സ്കോർ ചെയ്യുമ്പോൾ 20,000-ഓളം വരുന്ന കാണികൾ ആർത്തു വിളിക്കുകയാണ്. ഞാൻ ന്യൂയോർക്കിലാണ്, എന്നാലും പിന്തുണച്ചത് LA ലേക്കേഴ്സിനെ. അവരുടെ കൂടെയാണ് കോംബ് ബ്രയന്റ്, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിലൊരാൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരനും അദ്ദേഹം തന്നെയാണ് ഏറ്റവും അധികം സ്കോർ ചെയ്തത്. ആ ഗെയിമിൽ 40-ലേറെ പോയിന്റ്. എന്നെങ്കിലും ഒരു ഇന്ത്യൻ കളിക്കാരന് NBAയിൽ കളിക്കാൻ സാധിക്കുമോ? ലേക്കേഴ്സ് എളുപ്പത്തിൽ കളി ജയിച്ചു. കളിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ആഹ്ലാദത്തിൽ മയങ്ങിയ ജനം സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പതുക്കെ നീങ്ങി. ഞാൻ പുറം ഗേറ്റിലേക്ക് അവർക്ക് പുറകെ നീങ്ങി. MSGയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രായമായ 2 പേർ ഗേറ്റിനടുത്ത് കാത്തു നിൽക്കുന്നത് കണ്ടു. ന്യൂയോർക്ക് സിറ്റി ടൂറിസം ചിഹ്നമുള്ള ടീഷർട്ട് ധരിച്ചാണ് നിൽപ്പ്. ഹിസ്പാനിക് വംശജയായ ഒരു വൃദ്ധ എൻ്റെ അടുത്തേക്ക് സാവധാനം നടന്നു വന്നു. ടൂറിസ്റ്റ്? അവർ ചോദിച്ചു. യെസ്, ഒരു തരത്തിൽ, ഞാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് യാത്ര? ഞാൻ ഡെയ്സി. ന്യൂയോർക്ക് സിറ്റി ടൂറിസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രായമായവരുടെ കൂടെ ജോലി ചെയ്യുകയാ. സോറി, എൻ്റെ ഇംഗ്ലീഷ് അത്ര ശരിയല്ല. ശരിക്കും ഞാൻ മെക്സിക്കോയിൽ നിന്നാണ്. എൻ്റെ യാത്രയൊക്കെ നന്നായി നടക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ മാഡത്തിൻ്റെ ഇംഗ്ലീഷ് അത്ര മോശമൊന്നുമല്ല. വേറൊരാളുടെ ഇംഗ്ലീഷിനെ ഞാൻ വിലയിരുത്തി സംസാരിച്ചു എന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവരുടെ കയ്യിൽ കുറച്ച് ലഘുലേഖകൾ ഉണ്ടായിരുന്നു. ഒരു സഹായം ചോദിക്കട്ടെ? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്ക് 5 മിനിറ്റ് പ്രാക്ടീസ് തരാമോ? ഡെയ്സി മുറി ഇംഗ്ലീഷിൽ ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോയി പാക്കിംഗ് തുടങ്ങണം. അല്ലെങ്കിലും ഇതൊരു വിചിത്രമായ ആവശ്യം തന്നെ.
ഇംഗ്ലീഷ് പഠിക്കാൻ മുതിർന്നവർക്കുള്ള സ്കൂളിൽ ചേർന്നിട്ടുണ്ട്. പറഞ്ഞു പഠിക്കാനാണ് ടൂറിസം വകുപ്പിൻ്റെ ഇവിടുത്തെ ഈ ജോലി ഏറ്റെടുത്തത്. ഡെയ്സി വിടുന്ന മട്ടില്ല. എനിക്ക് വീട്ടിൽ പോകാൻ ധൃതിയുണ്ട്. അവരുടെ കൂടെയുള്ള കുറച്ചു കൂടി പ്രായം ചെന്നയാൾ എന്നെ മാറ്റി നിർത്തി. ഹായ്, എൻ്റെ പേര് ഡൂഗ്. ന്യൂയോർക്ക് സിറ്റി വോളണ്ടിയർ പദ്ധതിയിൽ പങ്കെടുക്കുന്ന പ്രായം ചെന്നവരുടെ സൂപ്പർവൈസറാണ്. ഞാൻ അയാളുടെ കൈ പിടിച്ചു കുലുക്കി. 5 മിനിറ്റ് ഇവർക്ക് വേണ്ടി നൽകൂ പ്ലീസ്. പാവം ഒറ്റയ്ക്കാണ് താമസം. ഇംഗ്ലീഷ് പറഞ്ഞു ശീലിച്ചേ പറ്റൂ, ഡൂഗ് പറഞ്ഞു. സർ, എൻ്റെ ഇംഗ്ലീഷ് അത്ര മെച്ചമൊന്നുമല്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നതാ. ഇന്ത്യക്കാർ നന്നായി ഇംഗ്ലീഷ് പറയും. ഏയ് ഇല്ല, ഞാൻ പറഞ്ഞു പഠിക്കുന്നേയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ. താങ്ക് യു സർ. ആരോ നിങ്ങളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ടാവണം. ഞാൻ ഒരു ദീർഘശ്വാസം വിട്ടു. 5 മിനിറ്റ് മതി, ഡൂഗ് പറഞ്ഞു. ഞാൻ തലകുലുക്കി സമ്മതിച്ചു. എന്നെ ഡെയ്സിക്കൊപ്പം വിട്ട് ഡൂഗ് നടന്നു മാറി. ഹലോ ഡെയ്സി മാഡം, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ഈ ലഘുലേഖ തരട്ടെ? ഈ വാരാന്ത്യത്തിലെ ആകർഷണങ്ങൾ കാണണ്ടേ? അതൊന്നും വേണ്ടെന്നേ, ഞാൻ ഈ നാട് വിടാറായി, ഞാൻ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഡെയ്സി ഇടയ്ക്കു കയറി. ഇതിന് കാശൊന്നുമില്ല, ഒന്ന് നോക്കൂ. ദാ ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. ബ്രോഡ്വേയിലെ പരിപാടികൾ, ഒരു ഫുഡ് ഫെസ്റ്റിവൽ, ഒരു ജാസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റ്. ഞാൻ അവർ പറയുന്ന മുറി ഇംഗ്ലീഷിലെ തെറ്റുകൾ തിരുത്തി കൊടുത്തു. ഞാൻ തിങ്കളാഴ്ച പോവും. ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. അവർ നിരാശപ്പെട്ടതുപോലെ തോന്നി. അവർക്ക് ഈ ടൂറിസം ജോലി കൂടി ചെയ്യണമല്ലോ. ഓരോ ദിവസവും ഈ ലഘുലേഖകൾ ഇത്ര പേർക്ക് വിതരണം ചെയ്യണം എന്ന് കണക്കുണ്ടാവണം. ശരി, തന്നോളൂ, ഞാൻ നോക്കാം. താങ്ക് യു. ഓ താങ്ക് യു, അവർ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് വേണ്ടി ഒരു ചെറിയ ചോദ്യാവലി പൂരിപ്പിച്ചു തരൂ. 2 മിനിറ്റ് മതി. ഞാൻ ലഘുലേഖകൾ എൻ്റെ പോക്കറ്റിലിട്ടു. എന്നെക്കുറിച്ചും എൻ്റെ സന്ദർശനത്തെക്കുറിച്ചുമുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ ചോദിക്കുന്ന ഒരു ഫോം ഞാൻ പൂരിപ്പിച്ചു. മാഡം, ഇനി ഞാൻ പോട്ടെ? ഞാൻ മര്യാദയോടെ ചോദിച്ചു. ഇനിയുള്ള ഇവിടുത്തെ താമസം സന്തോഷമാവട്ടെ. അവർ കൈവീശി എന്നെ യാത്രയാക്കി. താങ്ക് യു. ഞാൻ MSG കോമ്പൗണ്ട് വിട്ട് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. നല്ല തിരക്കുള്ള സമയമാണ്. ടാക്സി പിടിച്ചാൽ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കും. ഞാൻ സമയം നോക്കി. 7 മണി. ശൈലേഷിൻ്റെ വീട്ടിലേക്കുള്ള 4 കിലോമീറ്റർ നടക്കാൻ തന്നെ ഞാൻ തീർച്ചയാക്കി. സർപ്രൈസ്! ഞാൻ ശൈലേഷിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു സംഘം ആളുകൾ ആർത്തു വിളിച്ചു. ജ്യോതി, അപ്രതീക്ഷിതമായി ഒരു യാത്രയയപ്പ് പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നു. വാവ്! അപ്പാർട്ട്മെൻറ്റിനകത്തേക്ക് കയറിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ശൈലേഷിൻ്റെയും ജ്യോതിയുടെയും കൂട്ടുകാരായ 20 പേർ എന്നെയും കാത്തിരിക്കുകയാണ്. ഹേയ് പ്രിയ, കാണാൻ പറ്റിയല്ലോ, സന്തോഷം, ഞാൻ പറഞ്ഞു. അവൾ കരണത്തൊന്ന് വീക്കുമോ എന്നായിരുന്നു പേടി. ഹായ്, പ്രിയ പറഞ്ഞു. അന്ന് രാത്രി നടന്നതിനൊക്കെ സോറി. വൈനടിക്കുമ്പോൾ ഇത്തിരി പതുക്കെ പോയാൽ മതി. പ്രിയ ചിരിച്ചു. ഞാനും പുഞ്ചിരിച്ചു. അവൾ ശരിക്കും സുന്ദരി തന്നെ. പാർട്ടിയിലെ പല ആണുങ്ങളുടെയും കണ്ണ് അവളുടെ മേലാണ്. ഒരു കറുത്ത രൂപം എൻ്റെ അടുത്തെത്തി. ഒലാര. ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചു. വളരെ നല്ല കൂട്ടുകാർ. അവർ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു വരുത്തിയതാണ്. ഓ, വളരെ സന്തോഷം. ജ്യോതി എന്നെ ഒലാരയുടെ അടുത്തു നിന്ന് പിടിച്ചു കൊണ്ടുപോയി ഒരു ചെറു പ്രസംഗം നടത്താൻ. ശൈലേഷിനും ജ്യോതിക്കും ഞാൻ നന്ദി പറയട്ടെ, എനിക്ക് ആതിഥ്യം തന്നതിന്. സ്വന്തം കുടുംബത്തിലെ അംഗത്തെപ്പോലെ എന്നെ നോക്കിയതിന്. ഞാൻ പറഞ്ഞു തുടങ്ങി. നിർത്തടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ശൈലേഷ് ഇടയ്ക്കു കയറി. അവൻ എല്ലാവർക്കും ടെക്കീല എന്ന മദ്യം പകർന്നു നൽകി. എന്നിട്ട് മ്യൂസിക് പ്ലെയറിൻ്റെ ശബ്ദം നിർത്തിവെച്ചു. എന്തെങ്കിലും പറയുന്നത് കേൾക്കണമെങ്കിൽ അലറി വിളിക്കണം. പുരുഷ ബാങ്കർമാർ കൂട്ടം കൂടിയിരുന്ന് കിട്ടാനുള്ള ബോണസിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പെണ്ണുങ്ങൾ വേറെയൊരു കൂട്ടമായി. നഗരത്തിലെ ഷോപ്പിംഗ് ഓഫറുകളാണ് അവരുടെ വിഷയം. ഞാൻ ചിലരോടൊക്കെ ലോഹ്യം പറഞ്ഞു. ഗേറ്റ്സ് ഫൗണ്ടേഷൻ, അതൊരു വമ്പൻ സംഭവമാണിഷ്ട, ഒരു ബാങ്കർ എന്നോട് പറഞ്ഞു. അവർ പണം തന്ന് സഹായിക്കുന്ന ഒരു സ്കൂൾ ഞാൻ നടത്തുന്നു എന്നേ ഉള്ളൂ. എനിക്കും വേണം ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഒരു ഗ്രാൻഡ്. മാൻഹാട്ടനിൽ അപ്പാർട്ട്മെൻറ്റ് ആവശ്യമുള്ള ബാങ്കർമാർക്ക് അവർ ഗ്രാൻഡ് നൽകുമോ? വേറൊരാൾ ചോദിച്ചു. കൂട്ടച്ചിരി. അവിടെ നിന്നുള്ള പലരുമായും ഞാൻ സംസാരിച്ചു. പക്ഷേ ആരോടും ഒരു അടുപ്പവും തോന്നിയില്ല. പിന്നെ തിരക്കിൽ നിന്ന് മാറി ഒരു സോഫയിൽ ഇരുന്നു. എന്നിട്ട് ഫോൺ കയ്യിലെടുത്തു. നേരത്തെ MSGയിൽ വെച്ചെടുത്ത ഫോട്ടോകൾ ഒന്ന് നോക്കാം. ഓ മാധവ്, ഇന്ന് നിക്സ് ഗെയിം കാണാൻ പോയോ? പിന്നിൽ നിന്ന് പ്രിയയുടെ ശബ്ദം. ഞാൻ തലതിരിച്ച് അവളെ നോക്കി. അതെ, ഞാൻ ഇന്ന് പോയിരുന്നു. നല്ല ഫോട്ടോകൾ, ഞാനും കണ്ടോട്ടെ? അവൾ എൻ്റെ തൊട്ടടുത്തിരുന്നു. ഞാൻ ഫോണിലെ ഫോട്ടോകൾ നീക്കിക്കൊണ്ടിരുന്നു.
പെട്ടെന്ന് ഫോൺ ഒന്ന് വിറച്ചു. ഒരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. എറീക്ക, ട്രിബെക്ക നേഷൻ സിംഗർ. ജാസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നോ? മെസ്സേജ് വന്ന അറിയിപ്പ് ഒന്ന് മിന്നിമറിഞ്ഞ് സ്ക്രീനിൽ വീണ്ടും ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടു. അടുത്തത്? ഞാൻ ഫോണിൽ ഒരു നിമിഷം തൊടാതിരുന്നത് കാരണം പ്രിയ ചോദിച്ചു. പ്രിയ, ഒരു സെക്കൻഡ്, എനിക്കൊരു മെസ്സേജിന് മറുപടി അയക്കാനുണ്ട്. ഓ ഷുവർ, ഞാൻ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് വരാം. തനിക്കല്ല കേട്ടോ. എൻ്റെ നേരെ വിരലാട്ടിക്കൊണ്ട് പ്രിയ ചിരിച്ചു. ഞാനും ചിരിച്ചു. ഞാൻ എറിക്കായുടെ മറുപടി ടൈപ്പ് ചെയ്തു. ഞാൻ തിങ്കളാഴ്ച പോവുകയാണ്. ഇപ്പോൾ ഒരു യാത്രയയപ്പ് പാർട്ടിയിലാണ്. എന്തായാലും താങ്ക്സ്. മറുപടി, ശരി, ഫ്ലൈ സേഫ്. ഞാൻ തല ഉയർത്തി നോക്കി. പ്രിയ എഴുന്നേറ്റു മാറി ബാറിനടുത്ത് വേറെ ആരോടോ സംസാരിക്കുകയാണ്. ഞാൻ ഫോൺ അടച്ച് ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, നേരത്തെ ഡെയ്സി എന്ന ആ പ്രായം ചെന്ന സ്ത്രീ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ചു തന്ന ലഘുലേഖകൾ അപ്പോഴും അവിടെയുണ്ട്. ഞാൻ അവ പുറത്തെടുത്ത് ഒന്നൊന്നായി മറിച്ചു നോക്കി. കാറ്റ്സ്, ഏറ്റവുമധികം ദിവസം ഓടിയ ബ്രോഡ്വേ മ്യൂസിക്കൽ. ആദ്യത്തേത് അങ്ങനെയാണ്. ബ്ലൂ മാൻ കോമഡി ഷോ. സംഗീതവും സാങ്കേതിക വിദ്യയും ഹാസ്യവും ഒത്തുചേർന്ന പരിപാടി. വേറൊന്ന്, ഒരു ലഘുലേഖ, 16 പേജുള്ളതാണ്, A5 വലുപ്പത്തിൽ. അതിൽ ഇങ്ങനെ കണ്ടു: ന്യൂയോർക്ക് മ്യൂസിക് ആൻഡ് ജാസ് ഫെസ്റ്റിവൽ വീക്കെൻഡ്സ്. മുറിയിലെ ലൈറ്റുകളുടെ വെളിച്ചം കുറച്ചിരുന്നു. അതുകാരണം ശരിക്കും വായിക്കാൻ വയ്യ. ഞാൻ കോഫി ടേബിളിൽ വെച്ച ഒരു മെഴുകുതിരിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. 125 പാട്ടുകാർ, 25 സ്റ്റേജുകൾ, 3 ദിവസം, എല്ലാം ഒരൊറ്റ നഗരത്തിൽ. അങ്ങനെയാണ് ലഘുലേഖയുടെ പുറം ചട്ടയിൽ. തുറക്കുമ്പോൾ തന്നെ കാണുന്ന 2 പേജുകളിലായി പരിപാടികളുടെ വിശദാംശങ്ങളാണ്. 3 പട്ടികകളായിട്ടാണ്. വെള്ളിയാഴ്ചയ്ക്കും ശനിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കും ഓരോന്ന് വീതം. ഓരോ പട്ടികയിലും പല സമയങ്ങൾക്കും പ്രത്യേകമായി കുറുകെയുള്ള കളങ്ങളുമുണ്ട്. കുത്തനെയുള്ള കളങ്ങളിൽ ഗായകരുടെ പേരുകളും പരിപാടി നടത്തുന്ന സ്ഥലവും സംഗീതത്തിൻ്റെ ശൈലിയും ടിക്കറ്റ് നിരക്കുകളുമാണ്. പിന്നെയുള്ള 2 പേജുകളിൽ ഓരോ വേദിയുടെയും വിശദാംശങ്ങളാണ്. തുടർന്നുള്ള പേജുകളിൽ ഗായകരെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ്. 100-ലേറെ പേരുണ്ട്. ഞാൻ ആദ്യത്തെ കുറിപ്പ് നോക്കി. എബിഗെയിൽ, വളർന്നത് ബോസ്റ്റണിൽ, ജാസ് സംഗീതത്തിൽ ബിരുദം, ഭക്തിഗാനങ്ങൾ പാടിയാണ് തുടക്കം. ബോസ്റ്റണിൽ പാടിയ ശേഷം ന്യൂയോർക്കിലേക്ക് മാറി. ബോസ്റ്റൺ ഗ്ലോബ് പറയുന്നു, ആത്മാവിനെ ശാന്തമാക്കാൻ കഴിവുള്ള പട്ടുപോലുള്ള ശബ്ദം. ആ പേരുകളിലൂടെ വെറുതെ കണ്ണോടിച്ചു. നേരം കളയാമല്ലോ. പാർട്ടി എനിക്കുള്ളതാണെങ്കിലും ഞാൻ അതിന് ചേരാത്തതുപോലെ. അക്ഷരമാലാക്രമത്തിലുള്ള വിവരണങ്ങൾ ഞാൻ ഓടിച്ചു വായിച്ചു. ആണുങ്ങളെയെല്ലാം വിട്ടുകളഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ R എന്ന അക്ഷരത്തിലെത്തി. റേ. ന്യൂയോർക്കിലെ പുതിയ തിളക്കമാർന്ന ശബ്ദം. എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഈ കലാകാരിക്ക് ഇഷ്ടം എവിടേക്ക് ലക്ഷ്യം വയ്ക്കുന്നു എന്ന് സംസാരിക്കാനാണ്. ഡെയിലി ന്യൂസിൻ്റെ വാക്കുകളിൽ, ഉയരക്കാരിയായ ഈ സുന്ദരിയുടെ ശരീരം പോലെ തന്നെ സുന്ദരമാണ് ശാരീരവും. റേയുടെ വിവരണത്തിൽ ഞാൻ തടഞ്ഞു നിന്നു. അത് 3 തവണ വായിച്ചു. പരിപാടിയുടെ ലിസ്റ്റ് ഒന്നുകൂടി നോക്കി. എന്നാണ് ഈ പാട്ടുകാരിയുടെ പരിപാടി? ശനിയാഴ്ച, അതായത് ഇന്നു തന്നെ. എൻ്റെ ചുണ്ടുകൾ കാര്യപരിപാടിയിൽ പരതി. ബ്ലൂസ്, സോൾ ആൻഡ് കണ്ടംപററി, രാത്രി 10-12. സ്റ്റെഫനി റോജർ റേ, കഫേവ. പ്രവേശന ഫീസ് $8. കുറഞ്ഞത് 2 ഡ്രിങ്കെങ്കിലും വാങ്ങണം. ഞാൻ പേജ് മറിച്ച് കഫേവയുടെ ചിത്രങ്ങൾ കണ്ടുപിടിച്ചു. ഇത്തിരി പോന്ന അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ വിഷമം. കഫേവ, ന്യൂയോർക്കിലെ ഏറെക്കാലമായുള്ള ഒരു ക്ലാസിക് ബാർ. പല ഇതിഹാസ ഗായകരും അവരുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഇവിടെ പാടിയിട്ടുണ്ട്. മെക്സിക്കനും അമേരിക്കനും ആയ വിഭവങ്ങൾ. ഏയ് ബ്രോ, നീ എന്താണ് ചെയ്യുന്നത്? ശൈലേഷ് എൻ്റെ ചുമലിൽ പിടിച്ചു ഞെരിച്ചു. ഞാനൊന്ന് ഞെട്ടി. ഇത് നിന്റെ പാർട്ടിയല്ലേ? എന്നിട്ട് ഇവിടെ കുത്തിയിരുന്ന് എന്താണ് ഈ വായിച്ചു കൂട്ടുന്നത്? ഞാൻ ലഘുലേഖ മാറ്റിവെച്ച് പുഞ്ചിരിച്ചു. ഏയ് ഒന്നുമില്ല, ടൂറിസ്റ്റുകാരുടെ എന്തോ കടലാസ്. നീ ഒന്നും കുടിക്കുന്നില്ലേ? അവൻ ചോദിച്ചു, സംഗീതത്തിനൊത്ത് തുടയിൽ താളമിട്ടുകൊണ്ട്. ഇല്ല, ഞാനും മദ്യവും ചേർന്നാൽ നിനക്കറിയാമല്ലോ. വീടിനകത്ത് നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. നിൽക്ക്, പോയി നിനക്കൊരു ഡ്രിങ്ക് കൊണ്ടുവരാം. ശൈലേഷ് ബാറിനടുത്തേക്ക് നടന്നു. ഞാൻ ഫോണിൽ സമയം എന്തായി എന്ന് നോക്കി. 11:05. കഫേവായുടെ നമ്പർ ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചു. എന്നിട്ട് അവരെ വിളിച്ചു. അപ്പുറത്ത് ഫോൺ എടുക്കാൻ 30 സെക്കൻഡ് എടുത്തു. എനിക്കത് 1 മണിക്കൂർ പോലെ തോന്നി. ഹലോ കഫേവ.
ആഹ്ലാദം നിറഞ്ഞ ഒരു പുരുഷ ശബ്ദം. പശ്ചാത്തലത്തിലുള്ള സംഗീതം കാരണം ശരിക്കും കേൾക്കാൻ വയ്യ. ഹായ്, എനിക്ക് ഇന്ന് രാത്രിയിലുള്ള മ്യൂസിക് ആൻഡ് ജാസ് ഫെസ്റ്റ് പരിപാടിയിൽ താല്പര്യമുണ്ട്. ശരി സർ, പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. $8 അഡ്വാൻസ്. കുറഞ്ഞത് 2 ഡ്രിങ്കെങ്കിലും വാങ്ങണം. അപ്പുറത്തിരിക്കുന്നയാൾ പഠിച്ചു വെച്ച വാചകങ്ങൾ പറഞ്ഞു. ഇന്നു രാത്രി റേ എന്ന പേരുള്ള ഒരു ഗായിക പാടുന്നുണ്ടോ? ഒന്ന് നോക്കട്ടെ. ആ ഉണ്ട്, ഇന്ന് 3 പാട്ടുകാരുണ്ട്. അവരുടെ പരിപാടി അവസാനമാണ്. തുടങ്ങാറായി സർ. ഞാൻ ഫോൺ വെക്കട്ടെ, ഇന്ന് വല്ലാത്ത തിരക്കാണ്, സെർവർമാരും കുറവാണ്. സോറി, ഒരൊറ്റ ചോദ്യം കൂടി, അവൾ അവിടെ ഉണ്ടോ? താങ്കൾക്ക് കാണാമോ? അയാൾ ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു. പാട്ടുകാർ സ്റ്റേജിനടുത്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് കാണാം. അവരും അവിടെയുണ്ട് എന്ന് തോന്നുന്നു. അവളെ കണ്ടാൽ എങ്ങനെയുണ്ട്? സോറി സർ, മര്യാദക്കേട്ട് കാട്ടുകയല്ല. എന്നാലും സാറിന് സീറ്റ് ബുക്ക് ചെയ്യുകയോ മറ്റോ വേണോ? വേറെ സഹായമൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ശരി, ഒരു കാര്യം പറഞ്ഞാൽ മതി. അവളെ കണ്ടാൽ ഇന്ത്യക്കാരിയാണോ? ഒന്ന് നോക്കി പറയൂ. സംഗതി വളരെ പ്രധാനമാണ്, പ്ലീസ്. ഒന്ന് നോക്കട്ടെ സർ, 1 മിനിറ്റ്. ഫോണും പിടിച്ച് കാത്തിരിക്കുന്നതിനിടയിൽ ശൈലേഷ് അടുത്തെത്തി. അവൻ ഒരു ഗ്ലാസ് ഷാംപെയിൻ എനിക്ക് തന്നു. ഞാൻ ആംഗ്യത്തിലൂടെ നന്ദി പറഞ്ഞു. ഞാൻ ഈ നേരത്ത് ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നത് എന്ന അമ്പരപ്പാണ് ശൈലേഷിന്റെ മുഖത്ത്. ആ കാത്തിരിപ്പ് അവസാനിക്കാത്തതുപോലെ തോന്നി. ഒന്നുമില്ല, മടങ്ങാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസിയിൽ നിന്നാണ്. ഞാൻ ശൈലേഷിനോട് മന്ത്രിച്ചു. അപ്പോൾ തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും വൈകിട്ടോ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ വെറുതെ ചുമൽ കുലുക്കി ഒരു വശത്തേക്ക് മാറി. അപ്പോഴേക്കും ഫോണിൽ കഫേയിലെ ജോലിക്കാരൻ തിരിച്ചെത്തി. സർ, അവൾ വെള്ളക്കാരിയല്ല തീർച്ച, എന്നാൽ കറുത്തിട്ടുമല്ല. ചിലപ്പോൾ ഇന്ത്യക്കാരി ആയേക്കാം, ശരിക്കും മനസ്സിലാവുന്നില്ല. നല്ല ഇളം നിറം. ഇനി വല്ല സ്പാനിഷ് വംശജയായിരിക്കുമോ ആവോ? വംശവുമായേക്കാം. സോറി, എനിക്ക്... ഞാൻ ഇടയ്ക്കു കയറി. താങ്ക്സ്, ഇത്രയും മതി. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഒരു സീറ്റ് ബുക്ക് ചെയ്യൂ. എൻ്റെ പേര് മാധവ്. മാഡ്? എന്താ പറഞ്ഞത്? തൽക്കാലം M എന്ന് എഴുതിയാൽ മതി. ഞാൻ ഇതാ എത്തി. വേഗമെത്തണം, 12 മണിക്ക് പരിപാടി കഴിയും. ശൈലേഷ് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. എന്താടാ, ടിക്കറ്റ് ശരിയായില്ലേ? അതൊക്കെ ശരിയായി, ഞാൻ പറഞ്ഞു. ശൈലേഷ്, ഞാനൊന്ന് പുറത്തിറങ്ങി വരാം. വാ. അതുതന്നെ, അവിടെ തന്നെ. എവിടെ? ഇത്തിരി കാറ്റ് കൊണ്ടുവരാമടോ. പുറത്ത് മഞ്ഞ് വീഴുന്നത് കണ്ടില്ലേ? ഇപ്പോൾ എവിടെ പോവാനാ? ശൈലേഷ് ബാൽക്കണിക്ക് നേരെ ചൂണ്ടിക്കാട്ടി. ശരിയാണ്, പുറത്തെ കൈവരി മഞ്ഞുകൊണ്ട് മൂടിക്കഴിഞ്ഞു. പുറത്ത് ഇരുണ്ട ആകാശത്ത് നിന്ന് മഞ്ഞുപാളികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാരമില്ല, എൻ്റെ കയ്യിൽ ജാക്കറ്റുണ്ട്, ഞാൻ പറഞ്ഞു. മാധവ്, ഈ വന്നിരിക്കുന്നവരോട് എന്തു പറയും? ശൈലേഷ് അമ്പരപ്പോടെ ചോദിച്ചു. അവർ ഇതൊന്നും ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ഞാൻ പുറത്തേക്കിറങ്ങി. ഞാൻ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്തിറങ്ങി. തണുത്തു കോച്ചുന്ന കാറ്റ് മുഖത്ത് വന്നടിച്ചു. ഫോണിൽ സമയം കാണാം, 11:12. താപനിലയും -6.6 ഡിഗ്രി സെൽഷ്യസ്. ആളുകളെല്ലാം കയ്യുറകളും തൊപ്പിയും കട്ടിയുള്ള ജാക്കറ്റുകളും ഇട്ടാണ് നടക്കുന്നത്. എനിക്ക് മുന്നിലായി 4 ചങ്ങാതിമാർ ഒന്നിച്ച് 86-ാം സ്ട്രീറ്റ് സബ്വേയിലേക്ക് നേരെ നടക്കുകയാണ്. പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞുതരികൾ മൂടി നടപ്പാതകൾ വെള്ള നിറമായിരിക്കുന്നു. 4 പേരുടെ സംഘവും ഞാനും സബ്വേ സ്റ്റോപ്പിനടുത്തെത്തി. ഞങ്ങൾ മെട്രോയിലേക്കുള്ള പടികളിറങ്ങി. ഏതാനും നീഗ്രോ വംശജർ പടി കയറി വരുന്നുണ്ട്. ഏയ്, ഇന്നു രാത്രി സംഗതി വരുന്നില്ല, അവരിലൊരാൾ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നാശം പിടിക്കാൻ. എങ്ങനെ ബ്രൂക്ലിനിൽ എത്തിപ്പെടും? അയാളുടെ ചങ്ങാതി ചോദിച്ചു. $100 കൊടുത്ത് ടാക്സി വിളിച്ചോ, അതിനുള്ള മുതലുണ്ടല്ലോ, വേറൊരാൾ പറഞ്ഞു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഞാൻ എൻക്വയറി കൗണ്ടറിലേക്ക് ചെന്നു. മെട്രോപൊളിറ്റൻ ട്രാൻസിസ്റ്റ് അതോറിറ്റിയിലെ ജോലിക്കാരിയായ തടിച്ചു കൊഴുത്ത ഒരു കറുത്ത തൊലിക്കാരി അകത്ത് ഇരിപ്പുണ്ട്. അവർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കഴിഞ്ഞ മഞ്ഞുവീഴ്ച കാരണം എല്ലാ ട്രെയിനുകളും വൈകിയേ ഓടുകയുള്ളൂ. ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷന് സമീപം ഒരു ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണ്. യാത്രയ്ക്ക് മറ്റു വല്ല വഴിയും നോക്കുകയാണ് നല്ലത്. ഞാൻ സ്റ്റേഷനിലെ ക്ലോക്കിൽ നോക്കി. 11:19. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ട്രെയിനിൽ കയറിയാൽ 17 മിനിറ്റ് കൊണ്ട് ബ്ലീക്കർ സ്ട്രീറ്റ് സ്റ്റേഷനിലെത്താമായിരുന്നു. പിന്നെ ആ കഫേയിലെത്താൻ 7 മിനിറ്റ് നടന്നാൽ മതി. എത്ര താമസമുണ്ടാവും? ഞാൻ ആ കസ്റ്റമർ സർവീസ് ഓഫീസറോട് ചോദിച്ചു. അതെങ്ങനെ പറയാൻ പറ്റും? മഞ്ഞിൻ്റെ കാര്യമല്ലേ. അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, 2 മണിക്കൂറും ആവാം. ഞാൻ പടികൾ ഓടിയിറങ്ങി റോഡിലെത്തി. തണുത്ത കാറ്റ് ജാക്കറ്റിന്റെ കോളറിനിടയിലൂടെ നുഴഞ്ഞു കയറി വന്നു.
റോഡിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. ടാക്സികളൊന്നും കാണാനേയില്ല. എനിക്ക് അത്യാവശ്യമായി വെസ്റ്റ് വില്ലേജിൽ എത്തണം. ഒരു ടാക്സി കിട്ടാൻ എന്താ വഴി? വഴിയിൽ കണ്ട ഒരാളോട് ഞാൻ ചോദിച്ചു. ഞാനും ടാക്സി കാത്തു നിൽക്കുകയാണ്. ഞാൻ സമയം നോക്കി. 11:25. നേരെ പടിഞ്ഞാറോട്ട് നടന്നോളൂ, സെൻട്രൽ പാർക്കിലെത്തും. അവിടെ ടാക്സി കിട്ടിയേക്കും, ഒരാൾ പറഞ്ഞു. ഞാൻ 5-ാം അവന്യൂവിലേക്ക് ധൃതിയിൽ നടന്നു. പാർക്കിന്റെ പരിസര പ്രദേശത്ത് മെട്രോപൊളിറ്റൻ ആർട്ട് മ്യൂസിയത്തിനടുത്തെത്തി. വൈദ്യുത ദീപങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മ്യൂസിയത്തിന്റെ കാഴ്ച മഞ്ഞുവീഴ്ചയിൽ മങ്ങി നിന്നു. സമയം 11:31. ടാക്സി കിട്ടിയില്ലെങ്കിൽ വെസ്റ്റ് വില്ലേജിൽ 12 മണിക്ക് മുമ്പ് എത്താൻ പറ്റില്ല. പക്ഷേ ഒറ്റ ടാക്സി പോലും കാണാനുമില്ല. ഞാൻ പ്രാർത്ഥിക്കാനായി ആകാശത്തേക്ക് മുഖമുയർത്തി. മഞ്ഞുപാളികൾ മുഖത്തു വന്നു വീണു. ഈശ്വര, പ്ലീസ്. ഞാൻ ചുറ്റും നോക്കി. 5-6 ആളുകൾ വേറെയും ടാക്സി നോക്കി നിൽപ്പുണ്ട്. എൻ്റെ മനസ്സ് ഇടിഞ്ഞു. പൊട്ടിക്കരയണമെന്ന് തോന്നി. ഒരു ടാക്സി, ഒരൊറ്റ ടാക്സി എത്തിച്ചു തരണേ. ഒരു അത്ഭുതം സംഭവിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ പറഞ്ഞു. ഒറ്റ ടാക്സി പോലും ഇല്ല. സമയം 11:34. ഞാൻ ഗൂഗിൾ മാപ്പ് ഒന്നുകൂടി തുറന്നു നോക്കി. മ്യൂസിയത്തിനടുത്ത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഫേ വായിലേക്കുള്ള ദൂരം നോക്കി. നടക്കുകയാണെങ്കിലുള്ള ദൂരം 4 മൈൽ നടത്തം, 1 മണിക്കൂർ 10 മിനിറ്റ്. പോകാനുള്ള വഴി കാണുമ്പോൾ ലളിതമാണ്. 4-ൽ 3.8 മൈലും നേരെ തെക്കോട്ട് 5-ാം അവന്യൂവിലേക്കുള്ള നടത്തമാണ്. പിന്നെ വലത്തോട്ട് തിരിഞ്ഞാൽ മതി. 4 മൈൽ, 6.5 കിലോമീറ്റർ. ഞാൻ സ്വയം പിറുപിറുത്തു. നടന്നെത്താൻ 1 മണിക്കൂർ 10 മിനിറ്റെങ്കിലും എടുക്കും. ഓടിയാൽ സമയം കുറച്ചുകൂടി കുറയും. ചെന്നായ്ക്കൂട്ടം പിന്നാലെ കൂടിയ ഒരു പേ പിടിച്ച പട്ടിയെപ്പോലെ ഭ്രാന്തെടുത്തു പാഞ്ഞാൽ കുറെ കൂടി കുറയും. മാധവ് ഛാ, ഓടിക്കോ, ഞാൻ സ്വയം പറഞ്ഞു. ഓട്. ബാസ്കറ്റ്ബോൾ ഓർമ്മയിലെത്തി. കോർട്ടിൽ ഞങ്ങൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, ഡ്രിബിൾ ചെയ്യും. -6 ഡിഗ്രി താപനിലയിൽ 6.5 കിലോമീറ്റർ ഓടുന്നത് പോലെയാണോ ബാസ്കറ്റ്ബോൾ? മനസ്സിന്റെ വിവേക ബുദ്ധി പിണങ്ങി. ആലോചിക്കരുത്, ബുദ്ധി പറയുന്നത് കേൾക്കരുത്. കണ്ണും പൂട്ടി ഓടിക്കൂ, ഞാൻ സ്വയം പറഞ്ഞു. എന്നിട്ട് വച്ചടിച്ചു. ഓട്ടത്തിന്റെ വേഗതയിൽ ചുറ്റുമുള്ള കാഴ്ചകൾ മങ്ങിപ്പോയി. ഒരു വശത്തുള്ള സെൻട്രൽ പാർക്കും മറുവശത്തെ വീടുകളും മിന്നിമറഞ്ഞു. തണുത്ത കാറ്റേറ്റ് മുഖം മരവിച്ചു. മഞ്ഞ് അകത്തേക്ക് നനഞ്ഞു കയറി. ജാക്കറ്റിന് ഭാരം കൂടി. പകൽ മുഴുവൻ ഞാൻ നടക്കുക തന്നെയായിരുന്നു. ഷോപ്പിങ്ങിനും മാൻഡിസൺ സ്ക്വയർ ഗാർഡനിലേക്കും പിന്നെ ശൈലേഷിന്റെ വീട്ടിലേക്കും. ശരിക്കും ഭക്ഷണവും കഴിച്ചിട്ടില്ല. കാലുകൾ വേദനിക്കാൻ തുടങ്ങി. ഓട് മാധവ്, ഓട്, ഞാൻ സ്വയം ഉരുവിട്ടു. ചിലപ്പോൾ സ്വന്തം ഭാഗം ചേരാൻ ആരുമില്ലെങ്കിൽ സ്വന്തം ആർപ്പുവിളി സംഘമാവാൻ താൻ തന്നെ വേണ്ടിവരും. ബാസ്കറ്റ് ബോളിൽ പന്ത് തട്ടിക്കൊണ്ട് നീങ്ങുകയാണ് എന്നു മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഓട്ടം. സാങ്കല്പികമായ പന്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമം എന്നെ മുന്നോട്ട് തള്ളിക്കൊണ്ടിരുന്നു. സ്ട്രീറ്റിന്റെ പേരെഴുതിയ പലക നോക്കി. സ്ട്രീറ്റ് നമ്പർ 67, കഫേവ. 4-ാം നമ്പർ സ്ട്രീറ്റിനടുത്താണ്. നമ്പറൊന്നും ഇപ്പോൾ നോക്കണ്ടടാ, കണ്ണും പൂട്ടി ഓടിക്കോ, ഞാൻ സ്വയം ഉറക്കെ പറഞ്ഞു. 60-ാമത്തെ സ്ട്രീറ്റിൽ താജ് ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടൽ കണ്ടു. അതിന്റെ പോർച്ചിൽ ഇന്ത്യൻ പതാക തൂക്കിയിട്ടിട്ടുണ്ട്. ദ പിയർ, ഒരു താജ് ഹോട്ടൽ, അതിന്റെ ബോർഡ്. ഇന്ത്യൻ പതാക എനിക്ക് പുതിയൊരു ഊർജം പകർന്നു. ഓട്, നിനക്കിത് സാധിക്കും, ഞാൻ സ്വയം പറഞ്ഞു. 5th അവന്യൂവിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഭാഗത്ത് ഞാൻ എത്തി. ഇരുവശത്തും ഡിസൈനർ കടകൾ. ട്രിഫനീസ് 57-ാം സ്ട്രീറ്റിലാണ്. ലൂയിസ് വ്യൂട്ടൺ 51-ൽ. ഈ പേരുകൾ റിയയുടെ ഡയറിയിൽ കണ്ടത് ഓർമ്മ വന്നു. 50-ാമത്തെ സ്ട്രീറ്റിൽ എത്തിയപ്പോഴേക്കും വയറ് കൊളുത്തിപ്പിടിക്കാൻ തുടങ്ങി. ഒന്നു നിൽക്കാതെ വയ്യ. ഞാൻ പതിഞ്ഞിരുന്ന് ആഴത്തിൽ ശ്വാസമെടുത്തു. സമയം 11:44. നാശം പിടിക്കാൻ സമയമില്ല. വേദനയുടെ കാര്യമൊക്കെ പിന്നെ, ഞാൻ സ്വയം പറഞ്ഞു. പക്ഷേ അനങ്ങാൻ പറ്റുന്നില്ല. ഒറ്റ ടാക്സി പോലും കാണാനുമില്ല. ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. വലതുഭാഗത്ത് അതാ NBA സ്റ്റോർ അടച്ചിട്ടിരിക്കുകയാണ്. അതിനു പുറത്ത് ബാസ്കറ്റ്ബോൾ ഇതിഹാസം കോബ് ബ്രയന്റെ കൂറ്റൻ പോസ്റ്റർ. അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: NBA, വിസ്മയങ്ങൾ നടക്കുന്ന ഇടം. അതെ മാധവ്, വിസ്മയം നടത്തി കാണിച്ചു കൊടുക്ക്. ഞാൻ എഴുന്നേറ്റ് നിന്നു. പിന്നെ ആലോചിക്കാൻ പോലും നിൽക്കാതെ വീണ്ടും ഓട്ടം തുടർന്നു. കാലുകളും അടിവയറും വേദനിച്ച് പുളയുകയാണ്. മൂക്ക് മരവിച്ച് ഐസ് പോലെയായി. എന്നാലും തലയിൽ തീ പിടിച്ചതുപോലെയാണ് തോന്നിയത്. ഞാൻ ഓടി, ഓരോ ചുവടിലും കുതിച്ചുകൊണ്ട്, നേരെ മുന്നോട്ട് നോക്കിക്കൊണ്ട്. മഞ്ഞൻ തരികൾ ഷൂസിനകത്തു കയറി കാലടികൾ നനഞ്ഞു. തണുപ്പു താങ്ങാൻ വയ്യ.
ഓട് ഓട് ഓട്. ഓരോ ശ്വാസത്തിലും ഞാൻ ഉരുവിട്ടു. ഒടുവിൽ വാഷിംഗ്ടൺ സ്ക്വയറിൽ പാർക്കിനു സമീപം ആ റോഡ് അവസാനിച്ചു. എത്താറായി. ഇനി വലത്തോട്ട് തിരിയണം. സമയം 11:56. 1 മിനിറ്റെങ്കിലും വിശ്രമിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇല്ല, വിശ്രമമൊന്നും വേണ്ട, ഞാൻ സ്വയം സകാരിച്ചു. വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഓടി. സംഗീതത്തിന്റെ ശബ്ദവും പുറത്തെ ആൾക്കൂട്ടവും എന്നെ പിടിച്ചു നിർത്തി. പുറത്തെ പ്രകാശമാനമായ ബോർഡിലെ മഞ്ഞ നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന അക്ഷരങ്ങൾ എന്നെ സ്വാഗതം ചെയ്തു. കഫേവ. ഞാൻ മുഷ്ടി ചുരുട്ടി വീശി. പുറത്ത് സ്വീകരിക്കാനിരിക്കുന്ന ജോലിക്കാരന്റെ ഡെസ്കിൽ കൈമുട്ടുകൾ ഊന്നി ഞാൻ നിന്നു. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. വായിൽ നിന്ന് മഞ്ഞു പൊഴിയുകയാണ്. എം. ഞാൻ കിതച്ചു. മിസ്റ്റർ എം എന്ന പേരിൽ സീറ്റ് ബുക്ക് ചെയ്തത് ഞാനാണ്. അപ്പോഴേക്കും ഞാൻ കുനിഞ്ഞു നിന്ന് ചുമയ്ക്കാൻ തുടങ്ങി. ഓരോ തവണ ശരീരം കുലുങ്ങുമ്പോഴും മഞ്ഞു ചിതറി. വെപ്രാളപ്പെടേണ്ട എം, കുഴപ്പമൊന്നുമില്ലല്ലോ, ഡെസ്കിലെ ആൾ ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല എന്ന് തല കുലുക്കി കാട്ടി. കൈകൾ കൂട്ടിത്തിരുമ്മി മുഖത്തു വെച്ചു. മരവിച്ച മുഖത്തിന് വലിയ ചൂടൊന്നും നൽകാൻ തണുത്തുപോയ എൻ്റെ കൈകൾക്ക് പറ്റിയില്ല. അയാൾ രജിസ്റ്റർ പരിശോധിച്ചു. മിസ്റ്റർ എം. യെസ്. പരിപാടി തീരാറായല്ലോ. അർദ്ധരാത്രിയായി കഴിഞ്ഞു. ഇത് മിക്കവാറും അവസാനത്തെ പാട്ടായിരിക്കും. സമയം 12:01. ആ പാട്ടുകാരി അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിച്ചു. കിതപ്പ് അടക്കാൻ പറ്റുന്നില്ല. ഉവ്വ്. ഒരു എക്സ്ട്രാ പാട്ടോ മറ്റോ പാടാനുണ്ടാവും. അകത്ത് കടക്കാൻ $8. മിനിമം 2 ഡ്രിങ്ക്സും വാങ്ങണം. വേണമെന്ന് ഉറപ്പാണോ? $20 ഒരു നോട്ട് മേശപ്പുറത്ത് വെച്ച് ഞാൻ അകത്തേക്ക് കയറി. നേരെ ബാറിന്റെ ഭാഗത്തേക്കാണ് ചെന്നത്. സർ, 2 ഡ്രിങ്ക്സ് ഏതാണ് വേണ്ടത്? ഒരു പരിചാരിക ചോദിച്ചു. 2 ഡ്രിങ്ക് വെള്ളം. അവൾ 2 കുപ്പി വെള്ളം മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഞാൻ പെട്ടെന്ന് അതെടുത്ത് കുടിച്ചു. എവിടെയാണ് പരിപാടി? നേരെ ഇടതു ഭാഗത്തേക്ക് ചെന്നോളൂ. ശബ്ദം ശ്രദ്ധിച്ചു പോയാൽ മതി. ഞാൻ എങ്ങനെയോ വേച്ചു നീങ്ങി. കാലുകൾ കുഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ബാറിലെ സ്റ്റൂളുകളിലും കസേരകളിലും പിടിച്ച് ഒരു വിധത്തിൽ വീഴാതെ നോക്കി. അരണ്ട വെളിച്ചം മാത്രമുള്ള ഒരു ഹാൾ. തിങ്ങി നിൽക്കുന്ന ആൾക്കൂട്ടം കാരണം സ്റ്റേജ് കാണാൻ വയ്യ. ഞാൻ മുന്നിലെത്താനായി ആൾക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കി. അതാ ഒരു പെൺ ശബ്ദം. ഇരുണ്ട ഹാളിൽ സ്റ്റേജ് സ്പോട്ട്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കുളിച്ചു നിന്നു. പാട്ടുകാരി കണ്ണിൽപ്പെടാൻ ഏതാനും സെക്കൻഡുകൾ എടുത്തു. അത് അവൾ തന്നെ, റിയ. എൻ്റെ കയ്യിൽ നിന്നും വാട്ടർ ബോട്ടിൽ വഴുതി വീണു. അവൾ പാട്ടിന്റെ വരികളിൽ മുഴുകി കണ്ണടച്ചു നിന്ന് പാടുകയാണ്. കറുപ്പിൽ ലോഹപാളികൾ മിന്നുന്ന നീളൻ ഗൗണിൽ നിൽക്കുന്ന അവളുടെ സൗന്ദര്യം ഈശ്വരന്റെ സൗന്ദര്യ സങ്കല്പത്തിന് പോലും അപ്പുറത്താണ്. യെസ്, റിയ സൊമാനി, നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവളുടെ കയ്യിൽ ഒരു ഗിത്താറുണ്ട്. സ്റ്റേജിൽ അകമ്പടിയായി ഒരു അമേരിക്കൻ പിയാനിസ്റ്റ്. റിയ പാട്ട് തുടർന്നു. എൻ്റെ ക്ഷീണമെല്ലാം ആവിയായിപ്പോയി. വേദനകൾ ഇല്ലാതെയായി. ദേഹമെങ്ങും ചുടുരക്തം കുതിച്ചോടി. ഒരു നിമിഷം മുമ്പുണ്ടായിരുന്ന മരവിപ്പ് മാറി മുഖത്ത് ചൂട് ഇരച്ചു കയറിയതുപോലെ. നേരെ ഹൃദയത്തിൽ നിന്നാണ് പാട്ട് വരുന്നത്. അവളിൽ മതിമയങ്ങിയ ജനം ആർത്തു വിളിക്കുന്നു. വരികൾക്കിടയിൽ കണ്ണു തുറന്ന് അവൾ ആൾക്കൂട്ടത്തിന്റെ പ്രതികരണം കണ്ടു പുഞ്ചിരിച്ചു. ഇപ്പോഴും എന്നെ കണ്ടിട്ടില്ല. ഞാൻ ജാക്കറ്റ് ഊരി ഒരു മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് സ്റ്റേജിനു നേരെ നടന്ന് അവൾക്ക് മുന്നിലായി നിന്നു. പെട്ടെന്ന് അവളുടെ ശബ്ദം ഇല്ലാതെയായി. ആ കണ്ണുകൾ എൻ്റെ കണ്ണുമായി ഇടഞ്ഞു. പിയാനിസ്റ്റ് അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തേ വരികൾ പുറത്തു വരാത്തത് എന്ന് പിടികിട്ടാതെ. റിയ എഴുന്നേറ്റ് നിന്നു. ഗിത്താറിൽ നിന്ന് അവളുടെ പിടി പതറുന്നതുപോലെ. ഇടയ്ക്ക് മുറിഞ്ഞു പോയ പാട്ട് പിയാനിസ്റ്റ് സംഗീതം കൊണ്ട് ഒപ്പിച്ചു. റിയ ഗിത്താർ സാവധാനം മാറ്റിവെച്ചു. ഞാൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. 2 പേരും പരസ്പരം നോക്കിക്കൊണ്ട് നിശബ്ദരായി മരവിച്ചു നിന്നു. ആൾക്കൂട്ടത്തിൽ പിറുപിറുപ്പുകൾ പടർന്നു. എന്തോ കുഴപ്പമുണ്ട് എന്ന് പിയാനിസ്റ്റിന് മനസ്സിലായി. അയാൾ മൈക്ക് കയ്യിലെടുത്ത് പാട്ട് തുടർന്നു. ഞാൻ അവളിൽ നിന്ന് കണ്ണെടുത്തതേയില്ല. റിയ സൊമാനി, നീ എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിപ്പിച്ചത്? എൻ്റെ കണ്ണുകൾ പറഞ്ഞു. ഐ ആം സോറി. അവളുടെ കണ്ണുകൾ മറുപടി നൽകി. ആ കവിളിലൂടെ ഒരു കണ്ണുനീർ തുള്ളി ഒഴുകിയിറങ്ങി എൻ്റെ കവിളിലും. തേടി തേടി ഒടുവിൽ കണ്ടെത്തുമ്പോൾ അവളോട് ധാരാളം പറയാനുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പലതവണ മനസ്സിൽ അതെല്ലാം ഉരുവിട്ടു പഠിച്ചിരുന്നു. ആദ്യം ഞാൻ വല്ലാതെ ദേഷ്യത്തിലായിരിക്കും. അവൾ എന്നെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്ന് അലറി വിളിക്കണം. പിന്നെ അവൾ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് പറയണം.
ആ വഷളൻ രോഹിത്തിൽ നിന്ന് എത്ര വ്യത്യസ്തനാണ് ഞാനെന്നും പറയണം. മറ്റു പലരും അവളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. എനിക്ക് സന്തോഷമായാൽ എൻ്റെ അമ്മയ്ക്കും സന്തോഷമാവും എന്നും ബോധ്യമാക്കണം. പറയാനുള്ള വാക്കുകളെല്ലാം ഞാൻ സ്വരിക്കൂട്ടി വെച്ചിരുന്നു. പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഒറ്റ നിൽപ്പാണ്. പരസ്പരം ഉറ്റുനോക്കി നിന്ന് ഞങ്ങൾ കരയാൻ തുടങ്ങി. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ റിയ മുന്നോട്ട് ചുവടുവെച്ചു. റിയ സൊമാനി അങ്ങനെയാണ്. ഞാൻ തയ്യാറാണ് എന്നതിന് ചെറിയൊരു സൂചന നൽകും. അത് ശ്രദ്ധിച്ചു നിൽക്കണം എന്നു മാത്രം. ഞാൻ എൻ്റെ കൈകൾ വിടർത്തി. അവൾ അടുത്തെത്തും തോറും അവ വിറപൂണ്ടു. ഞാൻ അവളെ കൈകളിൽ ഒതുക്കി. ഐ ആം സോറി, റിയ പറഞ്ഞു. ഷ്. അവസാനം പറഞ്ഞപ്പോൾ ഞാനൊരു വ്യവസ്ഥ വച്ചിരുന്നത് ഓർമ്മയുണ്ടോ? ഒരു ചോദ്യവും 2 തവണ ചോദിക്കരുത്. ഇപ്പോൾ എനിക്കൊരു വ്യവസ്ഥ ഉണ്ട്. എന്താണത്? പതിഞ്ഞ ഒരു മന്ത്രണം. ചോദ്യങ്ങളെ പാടില്ല. പറ്റുമെങ്കിൽ വാക്കുകൾ തന്നെ വേണ്ട. റിയ എൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ഞാൻ അവളെ താടി പിടിച്ചുയർത്തി. റിയ സൊമാനി, ഐ ലവ് യു. എന്നും എപ്പോഴും. പ്ലീസ് ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകല്ലേ. അവൾ തലയാട്ടി. ഇല്ല, പോവില്ല. എനിക്കതിനാവില്ല. ഷ്. അങ്ങനെ വലുതും ഉണ്ടായാൽ അടുത്ത തവണ കണ്ടുപിടിക്കുമ്പോൾ നിന്നെ കൊന്നുകളയും. റിയ ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്തു. ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലർ കയ്യടിച്ചാർത്തു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും. പിയാനിസ്റ്റ് ഗാനം അവസാനിപ്പിച്ചു. റെസ്റ്റോറൻറ്റിലെ ജോലിക്കാർ ഹാളിലെ ലൈറ്റുകൾ തെളിച്ചു. ആളുകൾ പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ഞാൻ റിയയെ ഒതുക്കിപ്പിടിച്ച് നിൽപ്പു തുടർന്നു. സോറി, പേടി കാരണമാണ് ഞാൻ സ്ഥലം വിട്ടത്, അവൾ പറഞ്ഞു. എനിക്കറിയാം. പക്ഷെ ഇയാളെങ്ങനെ? പറഞ്ഞില്ലേ, ചോദ്യങ്ങളൊന്നും വേണ്ട. അവസാനമായി ഒരെണ്ണം മാത്രം. എന്താണത്? ഇയാളുടെ ഷർട്ട് എന്താ ഇങ്ങനെ നനഞ്ഞു തണുത്തിരിക്കുന്നത്? ഞാൻ ചിരിച്ചുപോയി. എന്തേ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. അപ്പർ വെസ്റ്റ് 70-6, അവൾ പറഞ്ഞു. പരിപാടിയുടെ സംഘാടകർ ഗായകർക്കു വേണ്ടി ഏർപ്പാട് ചെയ്ത കറുത്ത ലിങ്കൺ കാറിലാണ് ഞങ്ങൾ. സെൻട്രൽ പാർക്കിന്റെ പടിഞ്ഞാറു ഭാഗത്ത് അപ്പർ വെസ്റ്റ് സൈഡിലുള്ള അവളുടെ അപ്പാർട്ട്മെന്റിൽ കാർ ഞങ്ങളെ എത്തിച്ചു. ആ യാത്രയെക്കുറിച്ച് എനിക്ക് ആകെ ഓർമ്മയുള്ളത് അവളുടെ മുഖം മാത്രമാണ്. മാറി മറിഞ്ഞു വരുന്ന വെളിച്ചങ്ങൾ, പൊലിമ കൂട്ടിയ മുഖം. കഴിഞ്ഞ 3 മാസം കണ്ട ഏതു രാത്രിയേക്കാളും നഗരത്തിനു ഭംഗി കൂടിയതുപോലെ തോന്നിയതും ഓർമ്മയുണ്ട്. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ സീറ്റിൽ ചാഞ്ഞിരുന്നു. ആ മുഖത്ത് തന്നെ കണ്ണും നട്ട്.